ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. സ്നേഹത്തോടെ കരുതലോടെ വിളമ്പുന്ന വിഭവങ്ങൾക്ക് രുചി ഇരട്ടിക്കുമെന്നാണ് പൊതുവെ പറയുന്നത്. ചില സമയത്ത് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും പ്രയോഗിക്കുന്ന നുറുങ്ങു വിദ്യകളിലൂടെ ഉരുത്തിരിയുന്ന വിഭവങ്ങൾക്ക് മറ്റേതിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ രുചിക്കൂട്ടങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായി 1/2 കിലോ വലിയ സൈസിലുള്ള കക്കയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വേസ്റ്റെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെകയ്ക്കയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവാനായിട്ട് അടുപ്പിൽ വയ്ക്കുക. കക്ക വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എരിശ്ശേരിക്കായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഇത് സദ്യയിൽ കാണുന്ന ടൈപ്പിലുള്ള വറുത്തെരിശ്ശേരി അല്ല കേട്ടോ, ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറിയാണ്. ഇതിനു വേണ്ടി 2 പച്ചക്കായ ആദ്യം 4ആക്കി മുറിക്കുക. പിന്നീട് അതിനെ ചെറുതാക്കി നുറുക്കിയെടുക്കുക. ഇത് നന്നായി കഴുകി കറ കളഞ്ഞ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നികക്കെ തന്നെ വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് എരിശ്ശേരിക്കായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 2 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കുക. പ്രഷറെല്ലാം പോയ ശേഷം തുറക്കുമ്പോൾ പച്ചക്കായ പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഇത് ഇനി ഒരു തവി കൊണ്ട് പതിയെ ഉടച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഉടച്ച് കളയരുത്. ഇതുപോലെ കുറച്ച് കഷ്ണമായി തന്നെ അത് കിടക്കുകയും വേണം. അതാണ് അതിൻ്റെ ഒരു സ്വാദ്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ചെറിയ തിള വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. കടുക് താളിക്കുന്നതിനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടിയത് ശേഷം 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്തിളക്കി കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പച്ചക്കായ എരിശ്ശേരി റെഡിയാണ്. അടുത്തത് എല്ലാവരും നൊസ്റ്റുമായിട്ടുള്ള പുളിയും മുളകുമാണ്. ഇതിനു വേണ്ടി 15 ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിലേക്ക് 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വൃത്തിയാക്കിയ കൈകൊണ്ട് നന്നായി ഞെരടി ഉടച്ചെടുക്കുക. ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ എടുത്ത് തന്നെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരത്തുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി അല്പം വെള്ളം ചേർത്ത് കട്ടിയായി തന്നെ പിഴിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പുളിയും മുളകും ഇവിടെ റെഡിയാണ്. വേറെ ഒന്നും തന്നെ ചോറിന് ആവശ്യമില്ല. ഇത് മാത്രമുണ്ടെങ്കിൽ തന്നെ ഒരു പറ ചോറുണ്ണാം. ഇപ്പോൾ കക്കയിറച്ചി എല്ലാം തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റോസ്റ്റ് ചെയ്യുന്നതിനായി ഒരു ചീനച്ചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും അത് പൊട്ടി വരുമ്പോൾ 1 പിടി തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഇളക്കി അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി, ഞാനിവിടെ കട്ട് ചെയ്യാതെയാണ് ഇത് ചേർക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് നെടുകെ പിളർന്നത് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് 15 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. ഇത് ഒന്ന് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് ആവുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായി 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കക്കയിറച്ചി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റി അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറ്റുക. ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും വേവിച്ച് വെച്ചിട്ടുള്ള കക്കയിറച്ചി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനമായിട്ട് 1 നുള്ളു ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഫ്ലേവർ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റും ഇവിടെ റെഡിയാണ്. ഇനി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉച്ചയൂണ് വിളമ്പാം. മട്ടയരി ചോറ്, കക്കയിറച്ചി റോസ്റ്റ്, പുളിയും മുളകും, ഒഴിച്ചുകറിക്കായി പച്ചക്കായ എരിശ്ശേരി,
കണ്ണിമാങ്ങ അച്ചാർ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഉച്ചയൂണാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.